പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENS-ൻ്റെ +2 ഹോം സയൻസ് കോഡ് നമ്പർ 321 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2025 ഏപ്രിലിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഹോം സയൻസിൻ്റെ പ്രാക്ടിക്കൽ എക്സാം വരുന്ന മാർച്ച് 17-നും 20-നും ഇടയിലാണ്. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഫൈബേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ കളർ വീല്, സീസൺ ഓഫ് ഫുഡ്, പൊല്യൂഷൻസ്, ഫാമിലി ടാസ്കുകൾ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോരോ വീഡിയോസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇതിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, ഇലക്ട്രിക് ഫ്യൂസ്, അല്ലെങ്കിൽ 3-പിൻ പ്ലഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. 20 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ എക്സാമാണ് നമുക്ക് ഹോം സയൻസിന് വരുന്നത്. അതിൽ 10 മാർക്ക് നിങ്ങൾക്ക് PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ കിട്ടും. പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പുള്ള ക്ലാസ്സാണ്. PCP അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. ബാക്കി വരുന്ന 10 മാർക്കാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം. അവിടെ നടക്കുന്ന എഴുത്ത് പരീക്ഷയും റെക്കോർഡും, ഇനി അതുപോലെ ചില സെൻറ്ററിൽ വൈവ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാകും. ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ടാണ് 10 മാർക്ക് വരുന്നത്. അപ്പോൾ 10 മാർക്ക് PCPക്കും 10 മാർക്ക് പ്രാക്ടിക്കലും, അങ്ങനെ ടോട്ടൽ 20 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം 17-20 ആകുമ്പോൾ നമുക്കിപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് ഡേറ്റ് ആണെന്ന് നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം സെൻറ്ററിൽ. എൻ്റെ പ്രാക്ടിക്കൽ എക്സാം 17 ആണോ, 18 ആണോ, 19 ആണോ, 20 ആണോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കും. കാരണം കേരളത്തിലെ ഓരോ സെൻറ്ററിലും വ്യത്യസ്ത ഡേറ്റ് ആണ്. അപ്പോൾ അന്വേഷണങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എയിമായിട്ട് എഴുതുക. ഈ റെക്കോർഡ് എഴുതി അതേ സ്റ്റെപ്പ് തന്നെ എഴുതുകയാണെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. റെക്കോർഡ് ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടാകുക. പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ. ഇംഗ്ലീഷിൽ എഴുതാൻ ഒരാൾക്ക് പ്രയാസമാണെങ്കിലും മലയാളത്തിൽ എഴുതാവുന്നതാണ്. പക്ഷേ പരമാവധി നമ്മൾ ഈ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ എഴുതാം. ലക്ഷ്യം എന്താണ്? ടു പ്രാക്ടീസ് ചേഞ്ച് ദി ഫോളോയിങ്. പ്രാക്ടീസ് ചെയ്യണം. എന്താ? ടു ബി ഡൺ അണ്ടർ അഡൾട്ട്, അതായത് പ്രായപൂർത്തിയായ ആളുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഫ്യൂസ് ആയിക്കോട്ടെ, 3 പ്ലഗ് ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ആയിക്കോട്ടെ. ഇതിലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കണം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതേണ്ടത് ഇലക്ട്രിക് ഉപകരണങ്ങൾ, വ്യത്യസ്ത തരത്തിൽ നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ വീട്ടിൽ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ റബ്ബർ ചെരുപ്പുകൾ ധരിക്കണം. കൈകളിൽ നനവുണ്ടായിരിക്കരുത്. ഉണങ്ങിയ തടിക്കഷ്ണത്തിൽ നിന്നുകൊണ്ട് ഗ്ലാസ് ഉപയോഗിച്ചോ ഇത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാവൂ. ഇലക്ട്രിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് മെയിൻ സ്വിച്ച് പരമാവധി ഓഫാക്കുക. ഇലക്ട്രിക് ഉപകരണങ്ങൾ നന്നാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്വിച്ച് ബോർഡിൽ നിന്ന് പ്ലഗ് ഊരി മാറ്റി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെന്ന് ഉറപ്പുവരുന്നത്. ഇതൊക്കെ ഏറ്റവും നല്ല ഒരു നമുക്ക് ഷോക്കിങ് ഒഴിവാക്കാൻ പറ്റുന്ന രീതി. ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ്, ഇനി നമുക്കിതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ വേണ്ട നമുക്ക് മെറ്റീരിയൽ റിക്വയർ ആണ്. ഈ മെറ്റീരിയൽ റിക്വയറിൽ നമുക്ക് വേണ്ട ഇലക്ട്രിക് ഫ്യൂസ്, പിന്നെ പ്ലയേഴ്സ്, സോഫ്റ്റ് ഫ്യൂസ് വയർ വേണം, സ്ക്രൂ ഡ്രൈവർ വേണം, സ്ക്രൂ വേണം, 3-പിൻ പ്ലഗ് വേണം, ഷാർപ്പായിട്ടുള്ള കത്തികൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ ഫ്യൂസിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. വൈദ്യുതിയുടെ അമിത പ്രവാഹം നിയന്ത്രിക്കാനാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഫ്യൂസിന്റെ ഫേസും ന്യൂട്രലും തമ്മിൽ നേരിയ നൂൽക്കമ്പി കൊണ്ട് ബന്ധിപ്പിക്കുന്നു. അമിതമായ വൈദ്യുതി പ്രവാഹമോ ഇലക്ട്രിക്കൽ ഉപകരണത്തിന് എന്തെങ്കിലും തകരാറോ ഉണ്ടെങ്കിൽ ഈ കമ്പി കത്തിപ്പോവുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രിക് ഉപകരണം ഫ്യൂസ് കത്തിപ്പോയാൽ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയെന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം. ഇലക്ട്രിക് ഉപകരണം കത്തിപ്പോയാൽ, ഇലക്ട്രിക് ഫ്യൂസ് കത്തിപ്പോയാൽ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഏത് ഇലക്ട്രിക്കൽ ഉപകരണമാണോ തകരാറുള്ളത് അത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ പ്ലഗിൽ നിന്ന് ഊരി വെക്കുകയോ ചെയ്യണം. 3ാമത് ഫ്യൂസിലെ കത്തിപ്പോയ നൂൽക്കമ്പിയുടെ ഭാഗങ്ങൾ മാറ്റുക. 4 പുതിയ നൂൽക്കമ്പി ഉപയോഗിച്ച് ഫ്യൂസിന്റെ 2 അറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക, ഫേസും ന്യൂട്രലൊക്കെ. 5 ഫ്യൂസ് അതിന്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്യുക. ഇനി അടുത്ത് 3-പിൻ പ്ലഗിനെ കുറിച്ചിട്ടാണ്. 5 ആംപിയർ ഉള്ളതോ 15 ആംപിയർ ഉള്ളതായ 3-പിൻ പ്ലഗുകളുണ്ട്. ഇതിന് 3 വയറുകളാണ് ഉള്ളത്. പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് പറയുന്നതാണ് എർത്തിങ്. സാധാരണയായി പച്ച വയർ എർത്തിങ്ങിനും
ചുവപ്പ് വയർ പോസിറ്റീവിനും മഞ്ഞയോ മറ്റേതെങ്കിലും കളർ നെഗറ്റീവിനാണ്. അപ്പൊ ഈ ഒരു 3 പിൻ പ്ലഗ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലഗിന്റെ നടുഭാഗത്തുള്ള മെയിൻ സ്ക്രൂ അഴിക്കണം എന്നതാണ്. പിന്നീട് 3 വയറുകളും ബന്ധിപ്പിച്ചുള്ള ചെറിയ സ്ക്രൂകൾ അഴിക്കുക. ആവശ്യമുണ്ടെങ്കിൽ 3 വയറുകളുടെയും അഗ്രഭാഗം ചെറിയ കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് മുറിച്ച് നൂൽക്കമ്പികൾ വൃത്തിയാക്കുക. പുതിയ പ്ലഗ് എടുത്ത് ഓരോ വശങ്ങളും യഥാക്രമം സ്ക്രൂ ചെയ്യുക. വയറുകളുടെ അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ സൂക്ഷിക്കണം. പ്ലഗിന്റെ താഴെ ഭാഗത്ത് ന്യൂട്രൽ വയർ സ്ക്രൂ ചെയ്യണമെന്നാണ്. പ്ലഗിന്റെ കവർ ചേർത്ത് അടച്ച് മെയിൻ സ്ക്രൂ ഇട്ട് മുറുക്കണം എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇത് നമ്മുടെ ഗൈഡിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഭാഗങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. ഏകദേശം ഈ ചാപ്റ്റർ നമ്പർ 30ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നാണ്. തുടർന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിലും മറ്റുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട് SSLC+2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ നൽകുന്നുണ്ട്. ഓഫ്ലൈൻ എക്സാം ഉണ്ട്, ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇത് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.